അതിൻ്റെ ഉള്ളിൽ നിന്നൊരു സാധനം പൊന്തിയിട്ടാണ് വരാൻ പോകുന്നത്. ഭയങ്കര രസമാണ് വരുന്നത് കാണാൻ തന്നെ. ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ്. ഇവൻ സ്റ്റെയറിംഗിൽ പോലും നോക്കിയാൽ ബ്ലൂ സ്റ്റിച്ചസ് കാണാൻ പറ്റും നമുക്ക്. സിലിണ്ടർ വരും V8 ആണ്. 8 സിലിണ്ടർ വരുന്ന ഒരു വെഹിക്കിളാണ്. അപ്പോൾ ഭയങ്കര പവർ ആയിരിക്കും. ലാംബോർഗിനി ഒക്കെ ഈ ഷോറൂമിൽ കൊടുത്തതാണ്. അൽഹംദുലില്ലാ. ഇത് സിംഗിൾ ഓണർഷിപ്പ്, വെറും 10,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. മലയിൽ മീഡിയയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നുള്ള ലിങ്ക് ഫോർ യു ഗ്ലോബൽ ട്രിവാൻഡ്രത്താണ്. ഇവിടെ നമ്മൾ ഒരുപാട് പ്രീമിയം കാർസിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ എല്ലാ വാഹനങ്ങളും വിത്തിൻ 2 ഡേയ്സ് അല്ലെങ്കിൽ വിത്തിൻ 1 വീക്ക് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു പുതിയ ഐറ്റം നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. ഉടനെ തന്നെ അവർ നമ്മളെ കോൾ ചെയ്തു, നമ്മൾ പറന്നെത്തിയിട്ടുണ്ട് മലപ്പുറത്ത് നിന്ന് ട്രിവാൻഡ്രത്തേക്ക്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. പ്രത്യേകം പറയാനുള്ളത് നല്ല ക്വാളിറ്റിയുള്ള വാഹനങ്ങൾ, പാൻ ഇന്ത്യ അല്ലെങ്കിൽ ഓൾ കേരള നല്ല വാഹനങ്ങൾ സെയിൽ ചെയ്യുന്ന പ്രീമിയം വാഹനങ്ങൾ സെയിൽ ചെയ്യുന്ന ഒരു ഷോറൂമാണ് ലിങ്ക് ഫോർ യു ഗ്ലോബൽ. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ അതിലേക്ക് ശ്രദ്ധിക്കില്ല. എൻ്റെ ബാക്കിൽ കിടക്കുന്ന ഈ വാഹനത്തിലേക്കായിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവുക. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഉടനെ തന്നെ പറയാം. നമുക്ക് നേരെ വീഡിയോയിലേക്കാണ് പോവാം. ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പോകുന്നത് മുനാസ് ബ്രോ ആണ്. മലയിൽ മീഡിയയിലേക്ക് സ്വാഗതം. വഅലൈക്കും അസ്സലാം. എന്തൊക്കെ വിശേഷം? അൽഹംദുലില്ലാ, റാഹത്തായിട്ട് പോകുന്നു. മുനാസ് ബ്രോ നമ്മളെ കോൾ ചെയ്തു. ഇന്നലെ വൈകുന്നേരം കോൾ ചെയ്തു, ഇന്ന് രാവിലെ ആകുമ്പോഴത്തേന് പറഞ്ഞ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നല്ല ആൾക്കാർക്ക് അറിയേണ്ടത്, ഈ വാഹനത്തിന്റെ വിശേഷങ്ങളാണ്. എന്തെങ്കിലും ആട്ടെ നമ്മൾ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കൂ. നമ്മളിത് മെയിൻ ബൈപ്പാസിൽ തന്നെയാണ്. ട്രിവാൻഡ്രത്തിന് കൊല്ലത്തോട്ട് പോകുമ്പോഴത്തേക്കും കണിയാപുരം എന്ന് പറയും. കണിയാപുരം ഹൈവേന്റെ സൈഡിൽ തന്നെയാണ്. കേരളത്തിൽ പ്രീമിയം കാർസ് സെയിൽ ചെയ്യുന്ന, കേരളത്തിൽ നിന്നല്ല പാൻ ഇന്ത്യ പ്രീമിയം കാർസ് സെയിൽ ചെയ്യുന്ന ഒരു നല്ലൊരു ക്വാളിറ്റി ഉള്ള സ്ഥാപനമാണ് ലിങ്ക് ഫോർ യു. നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്. കഴിഞ്ഞ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ വീഡിയോ അൽഹംദുലില്ലാ എനിക്ക് തോന്നുന്നു നമ്മൾ റോൾസ് റോയ്സ് ആണ് ചെയ്തത്. ലാസ്റ്റ് റോൾസ് റോയ്സ് ചെയ്തു. റോൾസ് റോയ്സ് അൽഹംദുലില്ലാ ഒരുപാട് കോള് വന്നു. നമുക്കത് 2 ദിവസത്തിൽ തന്നെ ഒരു കസ്റ്റമർ അഡ്വാൻസ് ചെയ്തു. വിത്തിൻ 2 ഡേയ്സ് പ്രേക്ഷകർക്കാണ് നന്ദി പറയേണ്ടത്. വിത്തിൻ 2 ഡേയ്സ് കൊണ്ട് വാഹനം സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. മാത്രമല്ല വീണ്ടും അതിന് കോൾസ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. വീഡിയോ ഡിലേറ്റ് ആക്കി കളയാൻ പറഞ്ഞു, എന്നിട്ടും കോൾസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ അത്തരത്തിലുള്ള വാഹനങ്ങൾ നമ്മൾ എവിടെന്നെങ്കിലും പ്രേക്ഷകർക്ക് എത്തിച്ചു കൊടുക്കണം. നമ്മൾ അത് കഴിഞ്ഞിട്ട് തന്നെ ഒരുപാട് വണ്ടികൾ വന്നു, പക്ഷെ നിങ്ങൾക്ക് വരാൻ പറ്റിയില്ല. അതെ. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഫെറാറി വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് കോൾ ചെയ്തു. നമ്മൾ പെട്ടെന്ന് എത്തി. മോന് ഓൾ കേരള ട്രിപ്പിലായതുകൊണ്ട് ഞാൻ തന്നെ വന്നതാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ആവട്ടെ, നമുക്ക് നേരെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഓക്കെ, കമോൺ ഗൈസ്. മുനാസ് ബ്രോ, നമ്മൾ സാധാരണ രീതിയിൽ ഒരു ബിലോ 30 lakhsന്റെ ഉള്ളിലുള്ള വെഹിക്കിൾസ് ആണ് സാധാരണ നമ്മൾ വീഡിയോ ചെയ്യാറുള്ളത്. വളരെ റയർ ആയിട്ടാണ് ഇതുപോലത്തെ സ്പോർട്സ് കാർ, ലക്ഷറി കാർസ് ഒക്കെ ചെയ്യാറുള്ളത്. അതായത് നമ്മൾ റെയർ എന്ന് പറയാൻ പറ്റില്ല. നമ്മള് മെയിൻ ഇത് തന്നെ നമ്മളൊരു സ്പോർട്സ് കാർസിന്റെ ഷോറൂം എന്നാണ് പാനിന്റെ ലെവലിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതില് നമ്മൾ കുറെ വണ്ടികൾ, ഇങ്ങനെ എക്സ്ക്ലൂസീവ് വണ്ടികൾ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ട്രിവാൻഡ്രത്ത് ഷോറൂമിൽ നമ്മൾ അത്യാവശ്യം ഒരു 30 lakhs 20 lakhs റേഞ്ചിലുള്ള വണ്ടികളാണ് വെക്കാറ്. കാരണം കസ്റ്റമേഴ്സ് എപ്പോഴും ചോദിക്കുന്നത് റിക്വയർമെന്റ് അനുസരിച്ചാണ്. അപ്പൊ നമുക്ക് അതില് ഇപ്പൊ നമുക്ക് റോൾസ് റോയ്സ് ഉണ്ടായിരുന്നു, ഒരു പോർഷെ ബോക്സർ ഉണ്ടായിരുന്നു. നമ്മൾ മുമ്പായാലും ഫെറാറി, ലാംബോർഗിനി ഒക്കെ ഈ ഷോറൂമിൽ നിന്ന് കൊടുത്തതാണ് അൽഹംദുലില്ലാ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പൊ ഒരു ഫെറാറി കാലിഫോർണിയ വന്നിട്ടുള്ളത്. കാലിഫോർണിയ എന്നുള്ള വേരിയന്റ് ആണ്. അത് വേരിയന്റ് അല്ലേ? ഈ വെഹിക്കിൾസിന് വേരിയന്റ് അല്ലേ? പേരാണ് കാലിഫോർണിയ, ഫെറാറി കാലിഫോർണിയ. കാലിഫോർണിയ ഇതിൽ വേരിയന്റ്സുകൾ വരുന്നുണ്ടോ? കുറെ വേരിയന്റ്സുകൾ വരുന്നുണ്ടോ? ഇല്ല, ഇതിൽ ഒറ്റ വേരിയന്റേ ഉള്ളൂ. ഒറ്റ വേരിയന്റ്. അപ്പൊ എന്തൊക്കെയാണ് ഈ ഫെറാറി കാലിഫോർണിയ എന്നുള്ള ഒരു സ്പോർട്സ് കാറിന്റെ നല്ലൊരു അടിപൊളി കളറാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? ഇപ്പൊ കറന്റ് സ്റ്റാറ്റസ് എങ്ങനെയാണ് ഇതിന്റെ? ഇത് 2013 മോഡലാണ്. വെറും 10,000 കിലോമീറ്റർ ഓടി, വെറും 10,000, ജസ്റ്റ് 10,000 ഡ്രിവൺ. കമ്പനി മെയിൻറ്റൈൻഡ് ആണ്. ഇതുവരെ ഒരു സർവീസോ കാര്യങ്ങളോ ഒന്നും പുറത്തുനിന്ന് ചെയ്തിട്ടില്ല. ഒരു പെയിന്റ് ടച്ചപ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുൾ ക്ലീൻ ആണ്. ഫുൾ ക്ലീൻ. ജസ്റ്റ് ഒരു ബമ്പർ പോലും ഒരു സ്ക്രാച്ചോ ടച്ചോ ഒന്നും ചെയ്യാത്ത, ഒന്നുമില്ല. വെൽ മെയിൻറ്റൈൻ. അതുപോലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കാരണം ഫെറാറിയിൽ സിംഗിൾ ഓണർഷിപ്പ് ഇത്രയും കിലോമീറ്റർ കുറഞ്ഞ കാലിഫോർണിയ മാർക്കറ്റിൽ ഇല്ല. അതായത് ഇന്ത്യയിൽ തന്നെ ഇല്ലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതെ. ഈ വെഹിക്കിള് ഇപ്പൊ ഇതിന്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ ഇതിന്റെ അലോയ്സ്, അതുപോലെ ഇതിന്റെ ടോപ്പ്, അതുപോലെ ഡ്രൈവിംഗ് കംഫർട്ട്, ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. അതായത് നമ്മൾ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ അലോയ് വീൽസ് തന്നെ നോക്കുകയാണെങ്കിൽ ഇത് എക്സ്ട്രാ ആഡഡ് അലോയ് വീൽസ് ആണ്. അതായത് കമ്പനി അലോയ് അല്ല. ഈ അലോയ് വീൽസ് തന്നെ അറൌണ്ട് 8 lakh rupees വരെ കോസ്റ്റ് വരുന്നുണ്ട്. 8 ലക്ഷം അലോയ്സിന് വരെ വില വരുന്നുണ്ട്. ഇതിന്റെ ടയറും കാലിപ്പേഴ്സ് നമ്മൾ കസ്റ്റം ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ എഞ്ചിന്റെ പറ്റി പറയുകയാണെങ്കിൽ എഞ്ചിൻ സ്പെസിഫിക്കേഷൻ, ഇത് ഒരു V8 കാറ്റഗറിയിൽ വരുന്ന 4.2 ലിറ്റർ കപ്പാസിറ്റി ഉള്ള എഞ്ചിനാണ്. 4.2. അതെ, 4200 എത്ര സിലിണ്ടർ വരും ഇതില്? ഇതിൽ 8 സിലിണ്ടർ വരും. V8 ആണ്. 8 സിലിണ്ടർ വരുന്ന ഒരു വെഹിക്കിളാണ്. അപ്പൊ ഭയങ്കര പവർ ആയിരിക്കും റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ. സൗണ്ട് ഒക്കെ അതെ, ഒരു 0 to 100 ഈ വണ്ടി ഒരു
4 seconds, within 4 seconds. 4 സെക്കൻഡില്. അപ്പൊ ഇതിന്റെ എക്സോസ്റ്റ് ഒക്കെ നമ്മൾ ചെയ്തതാണോ അതോ ഇതിന്റെ കമ്പനി വരുന്നതാണോ? സ്റ്റോക്ക് ആണ്, ഫുള്ളി സ്റ്റോക്ക് ആണ്. സ്റ്റോക്ക് ഭയങ്കര സൗണ്ട് ആണല്ലേ? അതെ അതെ, V8 എഞ്ചിന്റെ ആ ഒരു സൗണ്ട് എന്തായാലും ഉണ്ടാവുമല്ലോ. പെട്രോൾ വേരിയന്റിൽ വരുന്ന വാഹനമാണ്. ഇങ്ങനെ സ്പോർട്സ് കാർക്ക് അധികം പെട്രോൾ വേരിയന്റ് ആയിരിക്കും വരിക. അതുകൊണ്ട് മൈലേജും കാര്യം ചോദിക്കുന്നതിൽ അർത്ഥമില്ല. പിന്നെ ഇന്റീരിയർ വശത്തേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഇതിന്റെ ഈ ഫ്രെയിംലെസ് ഡോറ്, ഇത് രണ്ടുപേർക്ക് മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് റിട്രാക്റ്റബിൾ റൂഫാണ്. അതായത് ഫെറാറിയിൽ തന്നെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത റിട്രാക്റ്റബിൾ റൂഫ് വരുന്ന വണ്ടിയാണ്. പിന്നെ ഇതിൽ ബാക്കിൽ നമുക്ക് കുട്ടികൾക്കും ലഗേജസും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അതായത് നമുക്കൊരു ഡെയിലി ഡ്രിവൺ സ്പോർട്സ് കാർ എന്ന് വേണമെങ്കിലും പറയാം. അത്യാവശ്യം കംഫർട്ടും പ്ലഷറും തരുന്ന വണ്ടിയാണ് ഫെറാരി കാലിഫോർണിയ. ഇതിന്റെ ഡ്രൈവിംഗ് കംഫർട്ടാണോ അതല്ല ഇതിന്റെ ട്രാവലിംഗ് കംഫർട്ടാണോ, അത് എന്താണ് ഇതിന്റെ ഒരു എക്സ്പീരിയൻസ്? അതായത് ഈ ഫെറാറിയിൽ കാലിഫോർണിയ എന്ന് പറയുന്ന വേരിയന്റ്, അതായത് ഈ വണ്ടി പ്രത്യേകിച്ച് നമുക്കൊരു ഫാമിലി ഓറിയന്റഡ് സ്പോർട്സ് കാർ ആണ്. അതായത് ബാക്കിൽ കുട്ടികൾക്കും ലഗേജസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇട്ടിട്ട് പോകാൻ പറ്റിയ വണ്ടിയാണ്. അതായത് നോർമൽ സ്പോർട്സ് കാർ പോലെ അതിനേക്കാളും കുറച്ച് സ്പേസും കാര്യങ്ങളുണ്ട്. അതെ. പിന്നെ ഇതിന്റെ സീറ്റ്സിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ്. ഓരോ സ്റ്റിച്ചുകൾ നോക്കിയാലും അറിയാം. അതായത് പുറത്ത് ബോഡി കളർ പോലെ തന്നെ ബ്ലൂ കളർ ബോഡിയാണ്, ബ്ലൂ കളർ സ്റ്റിച്ചിങ് ആണ്, അത് കസ്റ്റം ചെയ്തതാണ്. ഇത് ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണ്. ഈവൻ സ്റ്റെയറിംഗിൽ പോലും നോക്കിയാൽ ബ്ലൂ സ്റ്റിച്ചസ് കാണാൻ പറ്റും നമുക്ക്. ഇത് നമുക്ക് ഒരു കസ്റ്റമർ ഓർഡർ ചെയ്തിട്ട് അത് അനുസരിച്ചിട്ട് കസ്റ്റം ചെയ്തിട്ടാണ് ഈ വണ്ടി ഇറക്കുന്നത്. പിന്നെ ഇതിന്റെ ഫീച്ചേഴ്സ് ഒന്നും ഇപ്പൊ ചോദിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലേ? അതെ അതെ, ഫീച്ചേഴ്സ് ഒക്കെ ഒരുപാട് ഫീച്ചേഴ്സ് ലോഡഡ് ആയിരിക്കും. കാരണം അത്രയും ലക്ഷറി ടൈപ്പ് വെഹിക്കിൾ അല്ലേ. ഈ ഫ്രെയിംലെസ് ഡോർ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. പിന്നെ ഇതിന്റെ ഈ റൂഫ് ടോപ്പ് ഒക്കെ എങ്ങനെയാണ് ക്ലോസ് ചെയ്യലും റിക്ലൈൻ ചെയ്യലൊക്കെ? കൺവെർട്ടബിൾ ആണ്. അതായത് ഫെറാറിയിൽ തന്നെ ഏറ്റവും ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത റിട്രാക്റ്റബിൾ റൂഫ് വരുന്ന മോഡൽ, അതായത് ഹാർഡ് ടോപ്പ് റൂഫ് വരുന്ന മോഡലാണ്. അതെ. അപ്പൊ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സാധാ ഒരു കുഞ്ഞു കാറായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ബാക്കിൽ ബൂട്ട് സ്പേസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. അതായത് നോർമലി ഫെറാറീസിൽ ബൂട്ട് സ്പേസ് വരാറില്ല, മിഡ് എഞ്ചിൻ വണ്ടികളാണ് വരുന്നത്. അപ്പൊ ഇത് ആണ് ഫെറാറിയിൽ ഏറ്റവും ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫ്രണ്ട് എഞ്ചിൻ വണ്ടി. ഫ്രണ്ട് എഞ്ചിൻ. അതെ. ഈ വെഹിക്കിള് അതർ സ്റ്റേറ്റ് വെഹിക്കിൾ ആണോ അതോ ഒറിജിനൽ കേരള? MH രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ്. MH രജിസ്ട്രേഷനിലുള്ള ഈ സ്പോർട്സ് കാറുകളിൽ ആൾക്കാർ ആരും അങ്ങനെ രജിസ്ട്രേഷൻ നോക്കാറില്ല. കാരണം കേരള വണ്ടികളൊക്കെ ഭയങ്കര കുറവാണ്. എല്ലാവരും അതർ സ്റ്റേറ്റ് വണ്ടികളും കാര്യങ്ങളൊക്കെ ഇറക്കണമെങ്കിൽ തന്നെ നല്ലൊരു ഹ്യൂജ് എമൗണ്ട് ആവും. അതെ അതെ. പിന്നെ നമ്മള് ഇപ്പൊ ഷോറൂം വെച്ച് ടാക്സ് നോക്കുകയാണെങ്കിൽ തന്നെ അറൌണ്ട് 1 കോടി രൂപ കേരളത്തിലെ ടാക്സ് മാത്രം വരും. ടാക്സ് മാത്രം 1 കോടി രൂപ ഈ വെഹിക്കിൾ ഇറക്കുകയാണെങ്കിൽ വരും. അപ്പൊ നമുക്ക് ഇപ്പൊ ഇതിന് എത്രയാണ് ഇതിന്റെ ഷോറൂം റേറ്റ് എത്രയാണ് ഈ വെഹിക്കിളിന് നമ്മളിപ്പോ ആസ്ക് ചെയ്യുന്ന പ്രൈസ്? നമുക്ക് ഇത് ബ്രാൻഡ് ന്യൂ ഇറക്കുമ്പോഴത്തേക്കും അറൌണ്ട് ഒരു 6 crore rupeesൽ പ്രൈസ് വരുന്ന വണ്ടിയാണ്. നമുക്ക് ഇപ്പോ വെറും ഒരു 2 കോടി രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും വണ്ടി. 6 കോടി രൂപ ഓൺ റോഡ് പ്രൈസ് ന്യൂ കാറിന് വില വരുന്നത്. അന്ന് ഇറങ്ങിയപ്പോഴാണോ ഇപ്പൊ ഇറങ്ങുമ്പോഴാണോ? അന്ന് ഇറങ്ങുമ്പോൾ ലോഡിങ്സ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രൈസ് ആണ്. അന്ന് ഇറങ്ങുമ്പോഴത്തേക്കും 6 കോടി രൂപ വരെ വില വരുന്ന ഓൺ റോഡ് വില വരുന്ന വണ്ടിയാണ്. ഇപ്പൊ നമ്മൾ ഇതിന് ആസ്ക് ചെയ്യുന്നത് വെറും 2 കോടി രൂപ, 2 crore rupees ആണ് ഇതിന് ആസ്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിന് ഈ വാഹനത്തിനൊക്കെ ഒരു മോഹ വിലയാണ്. ഒരു മാർക്കറ്റ് റേറ്റ് എന്നൊരു റേറ്റ് ഒന്നും ഉണ്ടാവില്ല. അല്ല, മാർക്കറ്റ് റേറ്റ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാല് ഇതുപോലത്തെ ഒരു ക്ലീനസ്റ്റ് ഫെറാറി വേറെ ഇല്ല. കാരണം പറയാനായിട്ട് സിംഗിൾ ഓണർഷിപ്പ്, വെറും 10,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. വണ്ടികൾ മാർക്കറ്റിൽ കിട്ടാറുണ്ട്, പക്ഷേ ഈ കിലോമീറ്റർ കുറവുള്ളതും ഓണർഷിപ്പ് കുറഞ്ഞതൊക്കെയാണ് ആൾക്കാർ താല്പര്യപ്പെടുന്നത്. അതെ അതെ, അവർക്ക് യൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനത്തെ. പിന്നെ ഈ വെഹിക്കിൾ കൊണ്ട് റോട്ടിൽ കൂടെ പോകുമ്പോൾ തന്നെ വണ്ടികൾ നിർത്തിയിട്ടൊന്നും നോക്കും. കാരണം ഇത് വളരെ റയർ ആയിട്ട് കാണപ്പെടുന്ന വാഹനമാണ് നമ്മുടെ റോഡുകളിൽ. അപ്പൊ ഈ നമ്മളെ റോഡുകളിൽ ഓടിക്കാനൊക്കെ കംഫർട്ട് ആയിരിക്കും അല്ലേ? നമ്മളെ റോഡിന്റെ അവസ്ഥ അറിയാലോ. അത്യാവശ്യം അതായത് നമ്മളെ റോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ മാഷാഅല്ലാ കുറച്ച് ഇതായിട്ടുണ്ട്, റെഡിയായി വരുന്നുണ്ട്. അല്ലെങ്കിൽ മഴക്കാലം കൂടെ പറ്റിയ വണ്ടി, അതിന് സസ്പെൻഷൻസും കാര്യങ്ങളും അതുമായിട്ട് തന്നെ അഡാപ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ബ്രേക്കിംഗ് സിസ്റ്റം ഒക്കെ എല്ലാം പെർഫെക്റ്റ്. അതൊന്നും നമ്മൾ ചോദിക്കാനേ ഇല്ല അല്ലെ? ഞാനത് അറിയാത്തോണ്ടാണ് ഞാൻ ഈ വാഹനം ഉപയോഗിച്ചിട്ടില്ല, യാത്ര ചെയ്തിട്ടില്ല. അപ്പൊ ഇത് കാണുമ്പോൾ എല്ലാവർക്കും ചോദിക്കാൻ പറ്റുന്ന, പ്രേക്ഷകർക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്. കാരണം അവർക്ക് ആകാംക്ഷയാണ് ഈ വണ്ടി കാണുമ്പോൾ. അപ്പൊ പിന്നെ നമുക്ക് ഇതിന്റെ റൂഫ് ഉയർത്തുന്നതും താത്തുന്നതും ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. അത് പിന്നെ കാണിച്ചു കൊടുക്കും. അതിലൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അല്ലെ? എങ്ങനെയുണ്ട് ഇതിന്റെ ഒരു സൗണ്ടിന്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ഇത് കാണിച്ചു കൊടുക്ക്. വണ്ടി കീ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വേറെ ഒരു ലെവലായിട്ടാണ് വരുന്നത്. സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുന്നത് അവിടെ.
ഇടിവെട്ട് സൗണ്ടാണ് അല്ലേ. ഇതിൻ്റെ റൂഫ് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ ഒന്ന് കാണാൻ ഭയങ്കര രസമാണ്. ഇതിൻ്റെ റൂഫ് വരുന്നത് കാണാൻ. ഇത് ഒരുപാട് സെൻസേഴ്സ് വരുന്ന ഒരു വാഹനമാണ്. വേണ്ട പൊങ്ങി ഇനി അതിൻ്റെ ഉള്ളിൽ നിന്നൊരു സാധനം പൊന്തിയിട്ടാണ് വരാൻ പോകുന്നത്. ഭയങ്കര രസമാണ് വരുന്നത് കാണാൻ തന്നെ. ഇപ്പോൾ ഇതിൻ്റെ സാധാ റൂഫായി. ഇപ്പോൾ നമ്മളൊരു സാധാ കാറായി. ഇപ്പോൾ മഴക്കാലത്തും അതേപോലെ വെയിൽ കൊള്ളേണ്ട സമയത്തൊക്കെ, വെയിലുള്ള സമയത്തൊക്കെ ഈ സാധനങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സാധാ കാറായി. അപ്പോൾ പെട്രോൾ വെഹിക്കിൾ ആയതുകൊണ്ട് ഇതിൻ്റെ മൈലേജും കാര്യങ്ങളൊന്നും ചോദിക്കുന്നതിൽ അർത്ഥം ഉണ്ടാവില്ല. കാരണം ഒരു സ്പോർട്സ് കാറ്റഗറിയിൽപ്പെട്ട വാഹനമല്ലേ. അപ്പൊ ഇങ്ങനത്തെ വണ്ടികളിൽ ആരും അങ്ങനെ മൈലേജ് നോക്കാറുമില്ല. അപ്പൊ ഇതൊരു ആഗ്രഹത്തിന്റെ പുറത്ത് ആൾക്കാർ എടുക്കും. അതെ, ഈ വണ്ടി കൊണ്ട് നമ്മൾ റോഡിൽ കൂടെ പോകുന്നത് കണ്ടാൽ തന്നെ നമ്മൾക്ക് തന്നെ ഒരു വാല്യൂ ആണ്. പ്രത്യേകിച്ച് ഒരു ഐഡന്റിറ്റിയും റോഡ് പ്രസൻസും ആണ് വണ്ടി ഉള്ളത് തന്നെ. നമ്മൾ ഇന്നത്തെ ഫെരാരിയുടെ ഡീറ്റെയിൽസ് ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വെഹിക്കിൾ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യണം. കാരണം ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെ വളരെ റയറായിട്ട് വരുന്ന വാഹനമാണ്. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ കിടക്കുന്ന നമ്പറിൽ വിളിച്ചാൽ കസ്റ്റമേഴ്സിന് കൊടുക്കണം. കോളുകൾ അറ്റൻഡ് ചെയ്യണം. അധികം പേരുടെയും കംപ്ലൈന്റ് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നാണ്. അറ്റൻഡ് ചെയ്തിട്ട് എത്തുന്നില്ല എന്നുള്ള വേറെ സത്യം. പക്ഷെ അതിന് സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തുന്നത് കസ്റ്റമറോട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഇപ്പൊ പുതിയ സ്റ്റാഫ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കോൾസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ടെലികോളേഴ്സ് ഉണ്ട്. അപ്പൊ അവര് ഇപ്പൊ എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് ചെയ്യും. കാരണം നമ്മൾ അന്ന് ഒരു എക്സ്പീരിയൻസ് ആയി. അങ്ങനെ ഒരുപാട് കോള് ഡ്രോപ്പ് ആയി പോകുന്നുണ്ട്, പിന്നെ കോള് എൻഗേജ്ഡ് ആയി പോകുന്നുണ്ട്. അതൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കി 3-4 നമ്പറൊക്കെ ആഡ് ചെയ്ത് അത് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റീസും കൂടെ എന്നെ പേഴ്സണായിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കോള് അറ്റൻഡ് ചെയ്യുന്നില്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ളതൊക്കെ. അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം വരാൻ പാടില്ല. ഇല്ല, അത് നമ്മൾ അതിന്റെ പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അത് പ്രോപ്പർ ആയിട്ട് ഇനി ചെയ്യാനുള്ള, കാരണം ഒരുപാട് മുമ്പത്തെ തന്നെ കോൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ വിളിക്കാൻ പറ്റാതെ ബാക്കിയായിട്ടുണ്ട്. അപ്പൊ ഇനി അങ്ങനെ വരാത്ത രീതിയിൽ തന്നെ നമ്മൾ നോക്കുമായിരിക്കും. അതെ അതെ അതെ. അപ്പോൾ ഈ വാഹനം ഒരു കൗതുകത്തിന്റെ പേരിലെങ്കിലും എല്ലാവരും കാണുന്നുണ്ടായിരിക്കും. അപ്പൊ അതിൽ വല്ല താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. കാരണം കഴിഞ്ഞ വീഡിയോ കിട്ടത് ഒരു 2 days കൊണ്ട് തന്നെ വാഹനം സെയിലായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇതുപോലത്തെ നല്ല കിഡിലൻ വാഹനങ്ങളുമായിട്ട് ലിങ്ക് 4ൽ നിന്ന് വീണ്ടും നമ്മൾ എത്തുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.